അതുകൊണ്ടാണ് വചനം പറയുക, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. പരിശുദ്ധ അമ്മയെ നോക്കി കൃപ നിറഞ്ഞവളെ, വിശുദ്ധി നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ എന്ന് വിളിക്കുമ്പോൾ എന്താ? തിന്മ തൊട്ടിട്ടില്ല. കാരണം എന്താ? പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. നോക്ക്, നമ്മുടെ വീട്ടിൽ നമ്മുടെ സമാധാനം കെടുത്തുന്ന ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ വരികയാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ പ്രലോഭനങ്ങൾ, വഴക്ക്, അസ്വസ്ഥത എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മളെ വന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ തൊടാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ കുടുംബം മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് തിന്മയെ ചെറുക്കുക എന്നുള്ളതാണ്. ഇതൊന്ന് ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കണം. നമ്മൾ ഈ ഒരു കാര്യത്തെ ഒന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കറിയാം, നമുക്ക് സമാധാനത്തോടെ, സന്തോഷത്തോടെ, വിശുദ്ധിയോടെയൊക്കെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഉണ്ട്. തിന്മയൊന്നും ചെയ്യാതെ, പാപങ്ങളൊന്നും വീണ് പോകാതെ, പിശാചിന് കൈ കൊടുക്കാതെ, നമ്മുടെ വീട്ടിലോട്ടോ നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന ജീവിതാവസ്ഥകളിലേക്ക് ഒന്നും പിശാച് വരാതെ ശ്രദ്ധിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും പറ്റുന്നില്ല. വഴിയെ പോകുന്ന സകല പിശാച് നമ്മളെ കയറി ആക്രമിക്കുകയാണ്. സകല പ്രലോഭനങ്ങൾ നമ്മളെ വന്ന് ആക്രമിക്കുകയാണ്. പ്രത്യേകിച്ച് നോമ്പിനൊക്കെ വലിയ തീരുമാനങ്ങൾ എടുത്തു. നോമ്പിന് തീരുമാനം എടുത്ത കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങി. എൻ്റെ ഒരു കൂട്ടുകാരനെ ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ പരിചയപ്പെട്ടു. അച്ഛാ, ചിക്കൻ വേണ്ടാന്ന് വെച്ചു. ഇപ്പം അടുത്തുള്ള വീട്ടിൽ നിന്ന് മുഴുവൻ ചിക്കൻ്റെ മണം വരുന്നുള്ളൂ. ഒരു പ്രത്യേക പാപജീവിതം വേണ്ടാന്ന് വെച്ചു. രാത്രി മുഴുവൻ അങ്ങനത്തെ സ്വപ്നങ്ങളെ കാണുന്നുള്ളൂ. വേണ്ടാന്ന് വെച്ചപ്പോൾ അതിൽ കൂടെ എല്ലാം കൂടെ ഇങ്ങനെ പെരുന്നാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് വരും. നമുക്കപ്പോൾ അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നിയോഗങ്ങളുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളുണ്ട്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശത്രുവിനെ നമ്മളൊന്ന് ഒതുക്കുക എന്നുള്ളതാണ്. ഈശോ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കെതിരെ വരുന്നവൻ്റെ ശക്തി അറിഞ്ഞ് അത്രയധികമായിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നിങ്ങൾക്കെതിരെ ഒരു 10,000 പേരടങ്ങുന്ന ഒരു പട വരുമ്പോൾ നിങ്ങൾ 2 പേരായിട്ട് നിൽക്കരുത്. നിങ്ങളുടെ ശക്തി അത്രയും വലുതായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും വലിയ സഹായകൻ ആരാണ്? പരിശുദ്ധാത്മാവാണ്. തിന്മയ്ക്കെതിരെ പോരാടാൻ തീർച്ചയായിട്ടും നമുക്ക് മിഗാൽ മാലാഖയുടെ ഒരു ഹെൽപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈശോ പ്രോമിസ് ചെയ്ത സഹായകൻ എല്ലാ കാര്യത്തിലും നിങ്ങളെ സഹായിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലും നമ്മളെ സഹായിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുക, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. പരിശുദ്ധ അമ്മയെ നോക്കി കൃപ നിറഞ്ഞവളെ, വിശുദ്ധി നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ എന്ന് വിളിക്കുമ്പോൾ എന്താ? തിന്മ തൊട്ടിട്ടില്ല. കാരണം എന്താ? പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്. നോക്ക്, നമ്മുടെ വീട്ടിൽ നമ്മുടെ സമാധാനം കെടുത്തുന്ന ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ വരികയാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ പ്രലോഭനങ്ങൾ, വഴക്ക്, അസ്വസ്ഥത എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മളെ വന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ തൊടാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ കുടുംബം മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇഷ്ടംപോലെ ബന്ധന പ്രാർത്ഥനകൾ നമ്മൾ ചെല്ലുന്നുണ്ട്. ഇഷ്ടംപോലെ ബഹിഷ്കരണ പ്രാർത്ഥനകൾ, ശുശ്രൂഷ നമ്മൾ കൂടുന്നുണ്ട്. എന്നിട്ട് ഒരു കെട്ട് വഴിയുന്നില്ല, ഒരു ബന്ധനവും പൊട്ടുന്നില്ല. കാരണം എന്താണ്? ആദ്യം നിറയേണ്ടത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ പിന്നെ ഒരു കെട്ടും നമ്മളെ മുറുക്കത്തില്ല, ഒരു ബന്ധനവും നമ്മളെ വീർപ്പ് മുട്ടിക്കത്തില്ല. സ്വാതന്ത്ര്യത്തിന്റെ മക്കളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഒരു വചനം എടുക്കാം. എഫേസ്യോസ് ലേഖനം 5-ാമത്തെ അധ്യായം 6-ാമത്തെ അധ്യായത്തിൽ തിന്മയ്ക്കെതിരെ പോരാടാനുള്ള എല്ലാ ആയുധങ്ങളും നമ്മൾ ധരിക്കണം എന്നുള്ള വചനമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളല്ലേ? അല്ലേ? തിന്മയ്ക്കെതിരെയുള്ള സകല ആയുധങ്ങളും നിങ്ങൾ ധരിക്കണം. 5-ാമത്തെ അധ്യായം എടുക്കാം. എഫേസ്യോസ് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം. അവിടെ പൗലോസ് ശ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമുക്കൊരു വലിയ ബോധ്യം തരുന്നുണ്ട്. 5-ാമത്തെ അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജീവിത സാഹചര്യത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയാണ്. അന്ന് എഴുതി വെച്ച, എഫേസ്യോസുകാർക്ക് എഴുതി വെച്ചായിട്ട് ചിന്തിക്കരുത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തിന്മയുടെ ദിനങ്ങളായിരിക്കാം. തിന്മ ശക്തി പ്രാപിക്കുന്നുണ്ട്. ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ കണ്ട തിന്മകളല്ല ഇപ്പം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. ശരിയാണോ? അത് കാണുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടോ? ഇതെന്താണ് ഈ ലോകം ഇങ്ങനെ? ഇതെന്താണ് ഇത്രയും തിന്മ വർദ്ധിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമ്മുടെ പ്രിയപ്പെട്ട നായിക്കമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് അത് എത്രമാത്രം മനസ്സിലാവുമെന്ന് പറഞ്ഞുകൂടാ. ഈ തീവ്രവാദികളൊക്കെ ഉണ്ടാകാനുള്ള കാരണം നമ്മളാണ്. ആര്? നമ്മൾ. അവർ നമ്മളെ കൊല്ലാൻ വന്നു എന്നല്ല പറയണേ. ഈ തീവ്രവാദമോ ഇല്ലെങ്കിൽ ഇത്രയും കൊലപാതകമോ ഇത്രയും വലിയ തിന്മകളൊക്കെ ഈ ലോകത്ത് നടമാടുമ്പോൾ ഒരിക്കൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നിങ്ങൾ എന്ത് ചെയ്തു? പിടികിട്ടുന്നുണ്ടോ? ആ തീവ്രവാദം വളരാനും ആ തിന്മ വളരാനും കാരണം ഒരിക്കൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ പ്രാർത്ഥനയിൽ മടി കാണിച്ചപ്പോഴാണ് തിന്മയുടെ ശക്തി കൂടിയത്. ഈ തീവ്രവാദികൾ ഉണ്ടായത് നമ്മൾ കാരണമാണ്. നോക്ക്, നമ്മൾ പത്രത്തിൽ, നമ്മുടെ ന്യൂസുകളിലൊക്കെ ഒത്തിരി തിന്മയുടെ അരാജകത്വം, ഇതെന്താ ഈ നാട് ഇങ്ങനെ പോകുന്നത്, ഈ ദേശം എന്താ ഇങ്ങനെ പോകുന്നത്, ഇതെന്താ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതൊക്കെ ഓർത്ത് നമ്മൾ പരിതപിക്കുന്നു, വേവലാതിപ്പെടുന്നു. ആരോടെങ്കിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നു, ചർച്ച ചെയ്യുന്നു, അവരെയും കൂടെ അസ്വസ്ഥപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ട നമ്മൾ തിന്മയ്ക്കെതിരെ പോരാടാൻ വേണ്ടി എടുക്കേണ്ട ആദ്യത്തെ ആയുധം, ഇത് തിന്മയുടെ ദിനങ്ങളാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയാകുന്ന ആയുധം എടുക്കേണ്ടതുണ്ട്. നമ്മൾ അവിടെ കിടന്ന് പരാതിപ്പെടുകയല്ല, പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്.
നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് പല തിന്മകളും നടമാടുന്നത്. കാരണം സാത്താൻ ഭയപ്പെടുന്ന 2 കാര്യങ്ങൾ വചനത്തിൽ പറയുന്നുണ്ട്: പ്രാർത്ഥനയും ഉപവാസവും. അത് ആരെക്കൊണ്ടേ പറ്റുള്ളൂ? എല്ലാവരെ കൊണ്ട് പറ്റുമോ അത് പ്രാർത്ഥിക്കാൻ? എല്ലാവരെ കൊണ്ട് പറ്റുമോ പ്രാർത്ഥിക്കാൻ? വേണ്ട വിധം നിങ്ങളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന ആരാണ്? ഉത്തരം പറ. ആരാ സഹായിക്കുന്നത്? പരിശുദ്ധാത്മാവാണ്. ഉപവാസിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണോ? ഒരു നേരം 10 മിനിറ്റ് ചോറ് വൈകിട്ടുണ്ടെങ്കിൽ അപ്പം അവിടെ എല്ലാം തലകുത്തി മറിക്കുന്നവരാണ് നമ്മൾ. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ഇവിടെ തപസ്യാനം നടക്കുമ്പോൾ, ഇല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് കാലത്ത് വെള്ളിയാഴ്ചകളിൽ ഒരു നേരം നോക്കുക, ഇല്ലെങ്കിൽ ഫുൾ ഡേ ഫാസ്റ്റിംഗ് നടത്തുമോ, നിങ്ങൾ ചിന്തിക്കരുത് മാനുഷികമായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. വേണ്ട വിധം പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും തിന്മയെ ചെറുക്കാനും പറ്റുന്നത് ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രമാണ്. നായിക്കുമർമൽ അച്ഛൻ പറഞ്ഞ ആ കാര്യം ഇതിനോട് ചേർത്ത് ചിന്തിക്കണം. പരിശുദ്ധാത്മാവിനെ കിട്ടിയവരാണ് നമ്മളെല്ലാവരും. ശരിയാണോ? ആണ്. ഓരോ കൂദാശകളും പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് ആ പരിശുദ്ധാത്മാവിനെ കിട്ടിയ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഈ വർഗം പുറത്തു പോവാത്തത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പരാതികൾ അവസാനിപ്പിക്കുക. ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതെന്ന് അവസാനിക്കുന്നോർത്ത് വിലപിച്ചുകൊണ്ടിരിക്കാതെ കൂടുതലും പ്രാർത്ഥിക്കാൻ ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന മനുഷ്യര് തയ്യാറായാൽ ഈ തിന്മയുടെ അരാജകത്വം ഇവിടെ അവസാനിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് ലോകത്തിൽ മുഴുവൻ നടമാടുന്ന തിന്മകളെ കുറിച്ച് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നിങ്ങളുടെ വീട്ടിൽ ഒരു അസ്വസ്ഥതയുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കലഹമുണ്ടോ? അപ്പനും അമ്മയും തമ്മിൽ വഴക്കാണ്, മക്കൾ അനുസരിക്കുന്നില്ല, നിങ്ങൾ വിലപിക്കുകയാണ്, സങ്കടപ്പെടും, ഉറപ്പായിട്ട് സങ്കടപ്പെടും, വിഷമിക്കും. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ ഈ പ്രാർത്ഥനാ നിയോഗം സമർപ്പിക്കും. അവരോട് പ്രാർത്ഥിക്കും, ഇവരോട് പ്രാർത്ഥിക്കും എന്നൊക്കെ പറയും. നിങ്ങൾ പരിശുദ്ധാത്മാവ് കിട്ടി നിങ്ങൾ എന്നാ ചെയ്തുകൊണ്ടിരിക്കണേ? പരാതിപ്പെടരുത്. ജീവിത പങ്കാളി ഇങ്ങനെയാണ്, മക്കൾ ഇങ്ങനെയാണ്, മാതാപിതാക്കൾ ഇങ്ങനെയാണ്. പരാതിയല്ല, പ്രാർത്ഥന കൊണ്ടാണ് ഉത്തരം കിട്ടുക. പരാതി കൊണ്ട് സങ്കടം കൂടത്തേ ഉള്ളൂ. പരാതി കൊണ്ട് പിശാച് ഇറങ്ങിപ്പോകത്തില്ല. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ആ കുടുംബത്തിലെ അസ്വസ്ഥതയാകുന്ന പിശാച് ഇറങ്ങിപ്പോകത്തുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ചില ദുശീലങ്ങളുണ്ട്. ഒരു തിന്മയ്ക്ക് നമ്മൾ കൈ കൊടുത്തു, വീണുപോയി, ഇത് പോകുന്നില്ല. നമ്മൾ ഒത്തിരി കുമ്പസാരിച്ചു, ഒത്തിരി ആൾക്കാരോട് പ്രാർത്ഥനാ നിയോഗം പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കണേ, എൻ്റെ ഈ സ്വഭാവം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. മാറുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ട്. നീ പ്രാർത്ഥിക്ക്. നീ പ്രാർത്ഥിച്ചാൽ ഈ പിശാച് നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവ് നിറയണമെന്ന്. ഇത് തിന്മയുടെ ദിനങ്ങളാണ്, ഭയപ്പെടുകയല്ല വേണ്ടത്. ആ സമയത്ത് പ്രാർത്ഥനയുടെ ശക്തി കൂട്ടണം. ആ വചനഭാഗം ഒന്ന് തുടർന്ന് വായിച്ചേ. എഫേസ്യോസ് ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 16 മുതൽ വാക്യങ്ങളാണ്. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സമയം കളയരുതെന്ന്. ഇങ്ങനൊരു ധ്യാനമൊക്കെ കൂടാൻ കിട്ടുന്ന ഒരു സമയം, വചനം വായിക്കാൻ കിട്ടുന്ന സമയം, ബലിയർപ്പിക്കാൻ കിട്ടുന്ന സമയം, അത് കളയരുത്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു സമയമുണ്ട്, അത് കളയരുത്. ആ സമയത്ത് നിങ്ങൾ വേറെ കാര്യങ്ങൾക്ക് ഇടപെടരുത്. എന്നിട്ട് വീട്ടിൽ പ്രശ്നമാണ്, വീട്ടിൽ അസ്വസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്. പ്രാർത്ഥന ആ വീട്ടിൽ ഉയർന്നാൽ പിശാച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങും. അല്ലാതെ നമ്മൾ അപ്പുറം ഇപ്പുറയൊക്കെ പോയി, ആ ധ്യാനേന്ദ്രത്തിൽ പോയി, ഈ തീർത്ഥാടനേന്ദ്രത്തിൽ പോയി നിങ്ങൾ നിയോഗം സമർപ്പിച്ചു, പക്ഷെ വീടിനകത്ത് അസ്വസ്ഥതയാണ്. കാരണം എന്താ? ആ വീടിനകത്ത് പ്രാർത്ഥനയില്ല. ആ വീടിനകത്ത് പ്രാർത്ഥന ഇല്ലെങ്കിൽ സാത്താൻ വർക്ക് ചെയ്യും, അസ്വസ്ഥപ്പെടുത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ചേ. ബോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. എന്ന് വെച്ചാൽ നിങ്ങൾ മണ്ടന്മാരാവരുത്. നിങ്ങൾ എന്തറിയണം? കർത്താവിൻ്റെ അഭീഷ്ടം, ദൈവഹിതം അറിയണം. ഉൾക്കാഴ്ച നിറയണം, ജ്ഞാനം നിറയണം. അങ്ങനെയെങ്കിൽ ആരെ നിങ്ങൾക്ക് വേണം? തിന്മയ്ക്കെതിരെ പോരാടാൻ, നല്ല വഴികൾ തിരഞ്ഞെടുക്കാൻ, കർത്താവിൻ്റെ വഴി അറിയാൻ, ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കാൻ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ആരെ വേണം? പരിശുദ്ധാത്മാവിനെ വേണം. അടുത്ത വചനം കൂടെ വായിച്ചോ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിൽ പൂരിതരാവുക. ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയുണ്ട്, ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം ഒരു ഭരണിയാണെങ്കിൽ ആ ഭരണി മുഴുവൻ ഈ വെള്ളം കൊണ്ട് നിറയണം. ഏത് വെള്ളം? ഈ ജീവജലം. ആര്? പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ വീട് ഒരു വലിയ ടാങ്ക് പോലെയാണെങ്കിൽ, ഉദാഹരണമൊക്കെ എവിടെ നിന്ന് വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. ഒരു ടാങ്ക് പോലെയാണ് ആ വീടെങ്കിൽ ആ ടാങ്ക് മുഴുവൻ ആരെ കൊണ്ട് നിറയണം? പരിശുദ്ധാത്മാവ്. ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ പൂരിതരാവുക. തിന്മ ശക്തമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആര് നിറഞ്ഞിരിക്കണം? ഈ അകത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നവനെ ആര് വന്ന് തോണ്ടാനാണ്? മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് പോയാൽ പിന്നെ വഴിയെ പോകുന്ന എല്ലാം നമ്മൾ വന്ന് മാന്തിക്കൊണ്ടിരിക്കും. സോ ഫസ്റ്റ് പ്രയോറിറ്റി ആര് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക? പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയെ പിശാച് പ്രലോഭിപ്പിച്ചോ? അറിഞ്ഞൂടാ. ഇങ്ങനെ ഒരു വായന ഞാൻ വായിച്ചു. പരിശുദ്ധ അമ്മ ചോദ്യം ചെയ്ത് ഇങ്ങനെ ഒരു സൈലൻസിൽ നിൽക്കുന്നില്ലേ, ആമേൻ പറയണോ ഫിയാത്ത് പറയണോ എന്നുള്ള സമയത്ത് പിശാച് വന്നു ശ്രമിച്ചത്രേ, പക്ഷെ അടുക്കാൻ പറ്റിയില്ലെന്നാണ്. അടുക്കാൻ പറ്റിയില്ലെന്ന്. എന്താ കാരണം? അകത്താരാണ്? പരിശുദ്ധാത്മാവാണ്. ആർക്കും, ഒരു മനുഷ്യ സ്ത്രീയായ പരിശുദ്ധ അമ്മയ്ക്കും പ്രലോഭനങ്ങൾ വന്നിട്ടുണ്ടാകാം, പക്ഷെ അടുക്കുകയല്ല. കാരണം എന്താ? പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. ഈശോ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ജോർദാനിൽ വെച്ച്
ജ്ഞാനസ്നാനം സ്വീകരിച്ചു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, പരിശുദ്ധാത്മാവാൽ പൂരിതനായി. പ്രലോഭനം ഉണ്ടായോ? ഉണ്ടായി. തോറ്റുപോയോ? ഇല്ല. ചെറുത്തു, തോൽപ്പിച്ചു. കാരണം ഉള്ളിൽ ആരാണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരില്ലെന്നല്ല, അടുക്കത്തില്ല. നമ്മൾ നോർമലി ഇങ്ങനെ ഒരു ചുമ്മാ ലാംഗ്വേജ് പറയത്തില്ലേ, നമ്മുടെ 7 അയലക്കത്ത് വരത്തില്ലെന്ന്. 1 യോഹന്നാൻ 5:18 ഇങ്ങനെ ഉണ്ട്, ദുഷ്ടൻ നിന്നെ തൊടത്തില്ലെന്ന് പറയുന്നത്. ദുഷ്ടൻ നിന്നെ തൊടത്തില്ല, കാരണം ഉള്ളിൽ ആരാണ്? പരിശുദ്ധാത്മാവാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം എടുക്കാം. എഫേസ്യസ് എന്ന് പുറകോട്ട് മറിച്ചാൽ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. എന്നുവെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഭവനമാകുന്ന ജീവിതത്തിൽ മുഴുവൻ പരിശുദ്ധാത്മാവ് നിറയണം. 3-ാമത്തെ അധ്യായം 16-ാം വാക്യം നന്നായിട്ട് അറിയാവുന്ന വചനമല്ലേ? വായിച്ചേ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? എന്ന് വെച്ചാൽ ഒരു തിന്മ വരുന്നു, ഒരു പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കുന്നു, ഇല്ലെങ്കിൽ വീട്ടിൻ്റെ ചുറ്റും ഒരു അസ്വസ്ഥത, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അസ്വസ്ഥത. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയമല്ല വേണ്ടത്. ആ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒറ്റ കാര്യമാണ്, നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങളുടെ ഉള്ളിൽ ആര് വസിക്കുന്നു? പരിശുദ്ധാത്മാവ് വസിക്കുന്നു. സോ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരാൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് കൽപ്പിക്കണം, ശാസിക്കണം, തിന്മയോട് ഇറങ്ങിപ്പോ പറയണം. അതിനുവേണ്ടി നിങ്ങളൊരു ഭൂതോച്ചാടകനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി നിൽക്കരുത്. ഭൂതോച്ചാടകന്മാർക്ക് സമയമില്ല. മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിന്നിട്ടുണ്ട്, നിങ്ങൾ കമാൻഡ് ചെയ്യണമെന്ന്. പറ്റുന്നില്ല അല്ലേ? പറ്റുന്നില്ല, പേടിയാണ്. ഞങ്ങളൊക്കെ പറഞ്ഞാൽ പിശാച് പോവോ? നിങ്ങൾ പറഞ്ഞാൽ പോകുന്ന പിശാചൊക്കെ ഉണ്ട്. അങ്ങ് പറയണം, കർത്താവേ, അവിടുത്തെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് മാമോദീസയുടെ ചൈതന്യത്തിൽ ഞാൻ കൽപ്പിക്കുന്ന ഈ തിന്മ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടുപോട്ടെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കും. ഇന്ന് ഈ വചനം കേട്ടതൊന്നും ചുമ്മാ അല്ലല്ലോ, ഇത് വിശ്വസിച്ച് ചുമ്മാ എങ്കിൽ നിങ്ങൾ കർത്താവിനെ പരീക്ഷിക്കേണ്ട, പറഞ്ഞ അച്ഛനെ പരീക്ഷിക്കും. അച്ഛൻ പറഞ്ഞാലെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള ഉറപ്പിൽ നിങ്ങൾ കമാൻഡ് ചെയ്യും, നോക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ഏത് പിശാചാ കയറുന്നതെന്ന്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. അതിനകത്ത് ഒരു തിന്മയും കയറി കളിക്കില്ല. ദൈവത്തിൻ്റെ ആലയത്തെ തൊടാൻ അത്ര ശക്തിയുള്ള പിശാചൊക്കെ എവിടെയുള്ളത്? ആ ബോധം വേണം ഉള്ളിൽ ആരുണ്ടെന്ന്, പരിശുദ്ധാത്മാവുണ്ടെന്ന്. മത്തായി സുവിശേഷം 12-ാം അധ്യായം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 43 മുതലുള്ള വാക്യങ്ങൾ ഫുള്ളായിട്ട് എടുത്ത് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വചനഭാഗമാണ്. മത്തായി 12:43 മുതലുള്ള വാക്യങ്ങൾ ഈശോ ഇങ്ങനെ പറയുന്നില്ലേ, അത് നിങ്ങൾ വീട് ക്ലീൻ ചെയ്തിട്ടാൽ മാത്രം പോരാ. ഓക്കെ, നമുക്ക് പാപത്തെ ഒഴിവാക്കി പിശാചിനെ തള്ളി പറഞ്ഞാൽ മാത്രം പോരാ. വീട് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അശുദ്ധാത്മാക്കൾ എന്നാ ചെയ്യുന്ന പറയുന്നത്? പിശാച് എന്നാ ചെയ്യും? അവനെക്കാട്ടും മൂത്ത 7 കൂട്ടിക്കൊണ്ട് വന്നിട്ട് മുമ്പത്തെക്കാട്ടും മോശമായ അവസ്ഥയിലേക്ക് നമ്മൾ ചെല്ലും. അപ്പം എന്നാ ചെയ്യണം? അകം നിറയ്ക്കണം. ആരെയും കൊണ്ട് നിറയ്ക്കണം? അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയൊരു ജീവിതം ആരെ കൊണ്ട് നിറയ്ക്കണം? പരിശുദ്ധാത്മാവ് നിറയണം. ഇതാ പറയണത്, നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അവിടെ ഒരു അശുദ്ധാത്മാവിനും ഇടവില്ല. എടുത്ത് കളയണം, എന്നിട്ട് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം. എന്നാൽ മാത്രമേ തിന്മയ്ക്കെതിരെ പോരാടാൻ നമുക്ക് പറ്റുള്ളൂ. വലതുവരോർത്തി പറയാം ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ തന്നെയല്ലേ ഈശോ പിശാചിനെ പുറത്താക്കുന്ന സമയത്ത് ചുറ്റും നിൽക്കുന്നവർ പറയുന്നുണ്ട്, ഇവൻ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചിനെ പുറത്താക്കുന്നത്. ഈശോ മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. എന്ത് കണ്ടിട്ട്? ഞാൻ ദൈവാത്മാവിനാലാണ് പിശാചിനെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? ഈശോ പിശാചിനെ പുറത്താക്കിയത് ആരെ ഉപയോഗിച്ചുകൊണ്ടാണ്? തൻ്റെ ആത്മശക്തിയാൽ, പരിശുദ്ധാത്മാവിനാലാണ് പിശാചിനെ പുറത്താക്കാൻ നമുക്ക് സാധിക്കുക. ആ വചനം വായിച്ചിട്ടില്ലേ? 12-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ്. ഈശോയും ബെൽസബൂലും എന്ന് പറഞ്ഞ ഒരു എപ്പിസോഡ് കണ്ടോ? 12-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. സോ പരിശുദ്ധാത്മാവാണ് എക്സോസിസത്തിൻ്റെ പ്രൈമറി ഏജന്റ്. ഒരു ഭൂതോച്ചാരണത്തിൻ്റെ, ഒരു പിശാച് ബഹിഷ്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഏജന്റ് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സഭയിലെ ഏറ്റവും വലിയ ഭൂതോച്ചാരണം ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാതെ. ഏറ്റവും വലിയൊരു ഭൂതോച്ചാരണ ശുശ്രൂഷ ഏതാണ്? പിശാച് പിന്നെ നിക്കക്കള്ളി ഇല്ലാത്ത രീതിയിൽ ഓടുന്ന ഒരു ശുശ്രൂഷ സഭയിലുണ്ട്. എന്താണത്? ശിങ്കിടി മുങ്കിടി. അത് നിങ്ങളുടേതാണ്, സഭയുടേതല്ല. വിശുദ്ധ കുമ്പസാരം പാപമോചനം തരുന്ന ശുശ്രൂഷ. ആ സമയത്ത് പിശാചിന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ കൈ കൊടുത്ത് വിളിച്ചു വരുത്തിയാലേ വരത്തുള്ളൂ. കുമ്പസാരത്തിലൂടെ സകല തിന്മയും നമ്മൾ ഇറങ്ങിപ്പോവും. പിശാച് വിട്ടുപോകും, ആലയം ക്ലീൻ ആവും. പക്ഷെ നമ്മളത് ക്ലീനാക്കി വെച്ചാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ചാൽ മാത്രമേ അടുത്ത കുമ്പസാരത്തിന് കൃപ കൂടുകയുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടാണ് പാപമോചനം തരുന്നത്. ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ മേൽ, യോഹന്നാൻ 20 നമ്മൾ വായിക്കുന്നുണ്ട്, ശിഷ്യന്മാരുടെ മേൽ ശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എന്നിട്ട് ചുമ്മാ ഇരിക്കുവിൻ ആണോ? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച്
ആ പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നോ അത് ക്ഷമിക്കപ്പെടും. കിട്ടുന്നുണ്ടോ? വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ഏറ്റവും കേന്ദ്രമായ വചനങ്ങളൊന്നാണത്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുവിൻ, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നോ അത് മോചിക്കപ്പെടും. വിശുദ്ധ കുമ്പസാരത്തിൽ ഒരു എക്സോസിസം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ്. ദൈവാത്മാവിനാലാണ് ഈ പിശാചിനെ നമ്മൾ പുറത്താക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയധികം പരിശുദ്ധാത്മാവിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. ഒരു തിന്മയ്ക്ക് അടിമപ്പെട്ടു പോയോ, ഒരു ദുശീലത്തിൽ പെട്ടുപോയോ, ആവർത്തിച്ച് ചില പാപങ്ങളിലേക്ക് വീണുപോയോ, എത്ര ആഗ്രഹിച്ചിട്ടും കയറി വരാൻ പറ്റുന്നില്ലേ, മറ്റു വഴികളിലേക്ക് ഒന്നും പോവല്ലേ, ആദ്യം ഈ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചു. അത് റെഡിയാവും. നമ്മൾ അങ്ങനെ അത്ര ചീഞ്ഞൊന്നും പോയിട്ടില്ലല്ലോ. കർത്താവിന് നന്നാക്കാൻ പറ്റാത്ത അവസ്ഥയിലൊന്നും അല്ല നമ്മൾ. പരിശുദ്ധാത്മാവിൻ്റെ ചിറകടി കേൾക്കാൻ പറ്റാത്തൊരു ഒന്നും അല്ല നമ്മൾ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി കത്തിച്ച് കളയാൻ പറ്റാത്ത പാപങ്ങളൊന്നും അല്ല നമ്മുടെ ജീവിതത്തിലുള്ളത്. ചിലപ്പോൾ ആവർത്തിച്ച് ചെയ്തേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്തൊരു മുള്ളായിരിക്കും അദ്ദേഹത്തുള്ളത്, ആ ഒരു ജീവിതത്തിലുള്ളത്. പരിശുദ്ധാത്മാവിനെ വിളിക്കുക. വേറെ ഒരു വഴി നിങ്ങൾ ആലോചിക്കേണ്ട ഈ സമയത്ത് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നെക്കാട്ടും ശക്തി വേണ്ടതാണ്. ഇന്നലെ 6 മണിക്കൂറാണ് നിന്ന് പ്രസംഗിച്ചത്. മനസ്സിലാവോ? ആരോട് പറയാൻ? അത്ര എളുപ്പമല്ല. നിങ്ങൾ വിചാരിക്കും അച്ഛാ തൂമ്പാ പണി എടുക്കണ്ടല്ലോ എന്ന്. നിങ്ങളൊന്ന് എടുത്ത് നോക്കിയത്. അച്ഛന്മാരെ കാണുമ്പോഴത്തേ നിങ്ങളിങ്ങനെ പരാതി പറയാറില്ല, ഇവർ വല്ല പണിയെടുക്കാറുണ്ടോ എന്ന്. വായോ പണി പഠിപ്പിച്ചു തരാം. 6 മണിക്കൂർ എൻ്റെ ഊപ്പാട് തെറ്റി. അവസാനം ഞാൻ ഇവിടെ ഇരുന്നു. അത് നിങ്ങളൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ബോറ മോന്തകളെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ ഷാലോൺ ടിവിക്ക് വേണ്ടി ക്യാമറ മാത്രം നോക്കിക്കൊണ്ടാണ് വേണ്ടിക്കൊടുത്തത്. ക്യാമറ പോലും ഒരു ഇമോഷൻ തന്നില്ല. നിങ്ങൾ ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചിരിക്കുവോ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുവോ, സങ്കടപ്പെടുവോ, 2 വഴക്കുണ്ടാക്കുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ക്യാമറ എന്നാ ചെയ്യും? ക്യാമറ നമ്മൾ നോക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. 6 മണിക്കൂർ നോമ്പുകാലത്തിൻ്റെ ശുശ്രൂഷ. എൻ്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരമായെന്ന് ഞാൻ കരുതുന്നത്. എന്നാലും 6 മണി 6:30 ഒക്കെ ആയപ്പോൾ കഴിഞ്ഞു. നേരെ പോയി മുറി കിടന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്രയും നേരത്തെ ഉറങ്ങുന്നത്. പക്ഷെ രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പോയി. മണിക്കൂറുകളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. എല്ലാം അറിയുന്നുണ്ടോ? തൂമ്പാപ്പണി എടുക്കുന്നില്ല. അന്യം വേർത്ത അപ്പം തിന്നോണ്ട് കോണ്ടസ കാറി നടക്കുവാണ്. നിങ്ങൾ കുറേ വേർത്തു, ഞങ്ങൾ കുറേ കോണ്ടാസായി ഉപയോഗിച്ചു. എല്ലാം അറിയുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ മതി. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ്റെ ടോക്ക് ഭയങ്കര വൈറലായിരുന്നു കേട്ടല്ലേ. ഞാൻ കേട്ടില്ല. ഞാൻ ആ സമയത്ത് മാൾട്ടയിൽ കൺവെൻഷനാണ്. അപ്പോൾ കുറേ പേര് എനിക്ക് അയച്ചു തന്നു. കേൾക്കണേ അച്ഛാ. എല്ലാവരും അയച്ചു വന്നുകൊണ്ട് ഞാൻ കേട്ടില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. അച്ഛൻ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് പെട്ടെന്നൊരു ഓർമ്മ വന്നപ്പോൾ പറഞ്ഞത്. കേട്ടോ, അച്ഛനെ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ അച്ഛൻ്റെ ടോക്ക് കേൾക്കുന്ന നല്ലതായിരിക്കും തോന്നുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം, ശ്രദ്ധ വിട്ടു പോകല്. പരിശുദ്ധാത്മാവാണ് എക്സോസിസത്തിൻ്റെ, ഭൂതോച്ചാരണത്തിൻ്റെ പ്രൈമറി ഏജൻറ്റ്. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് കുമ്പസാരം എന്ന കൂദാശയിലൂടെ തിന്മയെ നമ്മൾ ചെറുക്കുമ്പോൾ, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന മാമോദീസയുടെ ശക്തിയിൽ തിന്മയെ നമ്മൾ പുറത്താക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം 2 ഒന്ന് സ്വാതന്ത്ര്യം, 2 ഈശോ തരുന്ന സ്നേഹം. 2 കാര്യങ്ങൾ. 1 സ്വാതന്ത്ര്യം, 2 ഈശോയുടെ സ്നേഹം. വചനം ഒന്ന് എടുക്കാം. 2 കൊരിന്ത്യസ് 3:17 എടുക്കാമോ? 2 Corinthians chapter 3 verse 17. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. 2 കൊരിന്ത്യസ് 3 അതിൻ്റെ 17ാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് വായിച്ചേ. കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ചാൽ എന്തില്ല അവിടെ? സ്വാതന്ത്ര്യത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അടിമത്തം. അടിമത്തം ആരാ തരുന്നത്? പിശാച് തരുന്നതാണ്. കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്ന് വെച്ചാൽ കുമ്പസാരത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പാപത്തിൻ്റെ അടിമത്തത്തെ നമ്മൾ തള്ളിപ്പറയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും പിശാചിൻ്റെ അടിമത്തങ്ങളുണ്ടെങ്കിൽ ആ പിശാചിനെ തള്ളിപ്പറയാണ്. നമ്മുടെ സ്വസ്ഥത കെടുത്തുന്ന, നമ്മുടെ ചിന്തകൾക്ക് പാപത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്ന പിശാചിനെ നമ്മൾ തള്ളിപ്പറയുമ്പോൾ സ്വാതന്ത്ര്യം, ആ അടിമത്തത്തിൽ നിന്നൊരു വിമോചനം കിട്ടി ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ സ്വതന്ത്രരാകാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഒരു കൂദാശ നമ്മൾ സ്വീകരിച്ചാൽ, പരിശുദ്ധാത്മാവെ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ഗിഫ്റ്റ് തരികയാണ്. ആ ഗിഫ്റ്റിൻ്റെ പേര് സ്വാതന്ത്ര്യമെന്നാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യം കിട്ടിയ പിന്നെ ഒരു തിന്മയ്ക്കും നമ്മൾ അടിമപ്പെട്ട് നിൽക്കില്ല. പിന്നീട് സമയം പോലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6ാമത്തെ അധ്യായം വായിക്കണം. 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ നല്ലതാണ്. 6 പ്രത്യേകിച്ച് വായിക്കണം. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നു, എന്നാൽ നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ നീതിക്ക് വിധേയപ്പെട്ടവരാണ്. തിന്മയ്ക്ക് നിങ്ങളുടെ മേൽ ഇനി ഒരു അധികാരമില്ലെന്നാണ് പറയുക. എവിടെയാണ് സംഭവിക്കുക? പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്ന ജീവിതത്തിൽ മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ കെട്ടുപടഞ്ഞ് കിടക്കും. ആ കെട്ടഴിക്കാൻ ഈ കെട്ടഴിക്കാൻ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഒരു കെട്ടും അഴിയുന്നില്ല, എല്ലാ കെട്ടും മുറുകി കടുങ്കെട്ടായിട്ട് മാറുകയും ചെയ്യണം. സന്തോഷമില്ല ഒരു ജീവിതത്തിൽ, എപ്പോഴും പരാതി, ആനന്ദിക്കാൻ ഒരു കാര്യം പോലും കിട്ടുന്നില്ല. നിങ്ങളുടെ സങ്കടങ്ങളെ ഞാൻ ഡിമീൻ ചെയ്യല്ല, കുഞ്ഞായിട്ട് കാണുകയല്ല. ഒത്തിരി സങ്കടങ്ങളുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, വേദനകളുണ്ട്, ആകുലതകളുണ്ട്. ആകുലപ്പെടേണ്ടെന്നൊന്നുമല്ല പറയുന്നത്. ആകുലപ്പെടേണ്ടെന്ന് ഈശോ പറഞ്ഞിട്ട് പോലും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പിന്നെ അച്ഛൻ പറഞ്ഞാൽ നമ്മൾ കേൾക്കും. ആകുലതകൾ വരും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പിശാച് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഈ പള്ളിയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല,
നിരാശ കൊണ്ടെത്തരും. നിരാശ പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധങ്ങളൊന്നാണ്. ഫാദർ ഗബ്രിയേൽ അമോർത്തിനെ കുറിച്ച് ഞാൻ ഒത്തിരി തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞു കാര്യം കൂടെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറയാണ്. ഫാദർ ഗബ്രിയേൽ അമോർത്ത് ഈ ശുശ്രൂഷ, ഭൂതോച്ചാരണ ശുശ്രൂഷ നടത്താൻ പോകുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്നാണ്, ഈ വ്യക്തിയിലുള്ള നിരാശയെ ഞാൻ ശാസിക്കുന്നു. കേട്ടുന്നുണ്ടോ? പരിശുദ്ധ അമ്മയുടെ പേര് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുക. ഈ വ്യക്തിയിലുള്ള നിരാശയെ ഞാൻ ശാസിക്കുന്നു. ഈ വ്യക്തിയുള്ള പിശാചിനെ ശാസിക്കുന്നു എന്നല്ല പറയുക. പ്രാർത്ഥന എങ്ങനെയാണ്? ഈ വ്യക്തിയിലുള്ള നിരാശയെ ഞാൻ ശാസിക്കുന്നു. തിന്മയുടെ ഏറ്റവും വലിയ പവർഫുള്ളായൊരു വെപ്പണാണെന്നാണ് ഫാദർ ഗബ്രിയേൽ അമോർത്ത് പറയുക. എന്നുവെച്ചാൽ ഏത് കുഞ്ഞു കാര്യത്തെയും നിരാശയായിട്ട് വഴിതിരിച്ച് വിട്ട് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി പിശാച് ശ്രമിക്കും. ഉള്ളിലില്ലേ? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടല്ലോ. എന്ത് സംഭവം അവസാനം കൊണ്ട് എത്തിക്കുന്നത് നിരാശയിലാണ്. കടം വന്നു, എവിടെ കൊണ്ട് എത്തും? അത് കടബാധ്യതയിലല്ല, നിരാശയെ കൊണ്ട് എത്തിക്കും. ഒത്തിരി പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല, എവിടെ കൊണ്ട് എത്തിക്കും? നിരാശ. പരീക്ഷ തോറ്റു, എവിടെ കൊണ്ട് എത്തിക്കും? സപ്ലിയിലല്ല കൊണ്ടെത്തിക്കുന്നത്, നിരാശയെ കൊണ്ടെത്തിക്കും. പിശാചിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് ആയത് പവർഫുൾ വെപ്പണാണ് നിരാശ. അതിനെ തള്ളി പറയണം. എൻ്റെ ഉള്ളിലുള്ള നിരാശയെ ഞാൻ ശാസിക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൽ ശക്തി സ്വീകരിച്ച് മാമോദീസയുടെ കൃപയിൽ എൻ്റെ ഉള്ളിലുള്ള നിരാശയെ ഞാൻ ശാസിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം പറഞ്ഞ് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. സ്വാതന്ത്ര്യം കിട്ടും, സ്വാതന്ത്ര്യം കിട്ടും. ദൈവമക്കളെന്ന സ്വാതന്ത്ര്യം കിട്ടും. ഒപ്പം തന്നെ ഈശോയുടെ സ്നേഹം നമുക്ക് കിട്ടും. റോമ 5:5 എടുക്കാവോ? റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 5-ാം വാക്യം. കൊരിന്തോസിൽ നിന്ന് പുറകോട്ട് മറിക്കും. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കിട്ടുന്നത് സ്വാതന്ത്ര്യം മാത്രമല്ല, ഈശോയുടെ സ്നേഹവും നമ്മിലേക്ക് നിറയും. റോമ 5:5 വായിച്ച്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. മുമ്പേ പറഞ്ഞ് ചേർത്ത് ചിന്തിക്കണം. നിരാശ എടുത്തു മാറ്റുക. എന്ത് നിറയണം? പ്രത്യാശ. പ്രത്യാശ നൽകുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. കൂടെ എന്തുകൂടെ കിട്ടും? വായിച്ചേ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെടുന്നു. ആരിലൂടെ? പരിശുദ്ധാത്മാവിലൂടെ. കിട്ടുന്നുണ്ടോ? അവിടെ ചോദിച്ചോണം, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചോണം. ഈശോ പോലും അത്രയും ഫോക്കസ് ചെയ്തുകൊണ്ട് പറഞ്ഞത് അതുകൊണ്ടല്ലേ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ഉന്നതത്തിൽ നീ ശക്തി സ്വീകരിക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം. ആ ശക്തി സ്വീകരിച്ച് കഴിഞ്ഞിട്ടേ നിങ്ങൾ ജെറുസലേമിലേക്കും യൂദയായിലേക്കും സമരിയയിലേക്കും ലോകത്തിൻ്റെ അറ്റം വരെ പോകാവുള്ളൂ. നമ്മുടെ ലാംഗ്വേജിൽ പറഞ്ഞാൽ എന്നാ പണി തുടങ്ങണേലും ആദ്യം ആരെ കൂട്ടിക്കണം? ഉന്നതത്തിൽ നീ ശക്തി സ്വീകരിച്ചിട്ട് വേണം ജെറുസലേമിലേക്കും യൂദയായിലേക്കും അല്ല, പഞ്ചായത്തിലോട്ട് പോലും പോവുള്ളൂ. ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങാവുള്ളൂ. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചിട്ടേ പോവുള്ളൂ. നമ്മൾ പിന്നെ ചെറുപ്പം പോലെ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളോട് പറഞ്ഞില്ലേ, പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം കേട്ടോ എന്ന്. വണ്ടി എടുത്ത് പോകുമ്പോഴോ ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴോ, മോനെ പ്രാർത്ഥിച്ചിട്ട് പോ, മോളെ പ്രാർത്ഥിച്ചിട്ട് പോ. സിമ്പിളായൊരു തിയോളജിയാണ്. പക്ഷെ അത് തന്നെയാണ് നമ്മുടെ മുമ്പിൽ വചനം പറഞ്ഞു തരിക. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞിട്ടേ നിങ്ങൾ എന്തിനും പോകാവുള്ളൂ. ഒരു തീരുമാനം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചിട്ടേ പോയി തീരുമാനം എടുക്കാവുള്ളൂ. ഒരു സ്ഥലം കാണാൻ പോകണം, സ്ഥലം മേടിക്കാനൊക്കെ പോകാറില്ലേ? വാങ്ങലും വിൽക്കലും ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് ഒത്തിരി പേര് ഇവിടെ വന്ന് പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്ഥലം വിറ്റ് പോകുന്നില്ല, വാങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം രണ്ടുപേരും കൂടെ ഒന്ന് കൂട്ടിമുട്ടിച്ചാലോ ഒരു റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയാലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അല്ലേ, സംഗതി എളുപ്പമായാലും. പക്ഷേ കർത്താവ് ശുശ്രൂഷയ്ക്ക് വിളിച്ചുകൊണ്ട് മാത്രം ഇങ്ങനത്തെ മണ്ടത്തരത്തിന് പോകില്ല. ചുമ്മാ പറഞ്ഞ കേട്ടോ, അങ്ങനത്തെ പൊട്ടത്തരത്തിനും നമ്മൾ പോകത്തില്ല. അങ്ങനെ നമ്മുടെ സങ്കടങ്ങളാണ്. ഇതേ നിങ്ങൾക്ക് ഈ സ്ഥലം മേടിക്കണം, ആരും നിറഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കും, സ്ഥലം മേടിക്കുന്നതിന് പരിശുദ്ധാത്മാവ്. ദൈവേഷ്ടം അറിയണമെങ്കിൽ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. നമ്മൾ കേട്ട് ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ എന്ത് കാര്യം, അതൊക്കെ എന്താണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്ത് കൂട്ടിയ മണ്ടത്തരങ്ങളുടെ എണ്ണം ഓർത്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വേണമെന്ന് ഇപ്പോൾ തോന്നും. നമുക്ക് പറ്റിപ്പോയി അബദ്ധങ്ങളുടെ കണക്കൊന്ന് എടുത്ത് നോക്കിയാൽ മതി. പരിശുദ്ധാത്മാവില്ലാതെ നമ്മൾ ചെയ്ത എല്ലാം മണ്ടത്തരത്തിലായിപ്പോയി, വഴി മാറിപ്പോയി, വഴി തെറ്റിപ്പോയി. തിരിച്ചു കിട്ടും. ജ്ഞാനം ദൈവത്തെക്കുറിച്ച് ഉൾക്കാഴ്ച കിട്ടണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ഈ തിന്മയെ ചെറുക്കാൻ പറ്റും, സ്വാതന്ത്ര്യം കിട്ടും, സ്നേഹം കിട്ടും. രണ്ട് കാര്യങ്ങളും എത്തി പറയാം. ഹല്ലേ